നമസ്കാരം. പ്രമുഖ വ്യക്തിത്വങ്ങൾ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിത്തുടങ്ങി. എറണാകുളം മണ്ഡലത്തിലെ പറവൂർ കേസരി ബാലകൃഷ്ണപിള്ള ഹാളിൽ 109 നമ്പർ ബൂത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വോട്ട് ചെയ്തു. UDF 20-ൽ 20 സീറ്റും നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ തരംഗം കേരളത്തിലുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷം വൻ വിജയം നേടുമെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞു. തനിക്കെതിരെ നടന്നത് കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്നും പറഞ്ഞതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും ജയരാജൻ വിശദീകരിച്ചു. ആസൂത്രിത ഗൂഢാലോചനയാണ് ഇതെന്നും EP പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ പാണക്കാട്ട് CKM LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. പൊന്നാനി കോട്ടക്കൽ ആമപ്പാറ ALP സ്കൂളിലെ 31 നമ്പർ ബൂത്തിൽ ആദ്യ വോട്ടറായി UDF സ്ഥാനാർത്ഥി MP അബ്ദുൽ സമദ് സമദാനി വോട്ട് ചെയ്തു. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മണപ്പുള്ളിക്കാവ് LP സ്കൂളിൽ വോട്ട് ചെയ്തു. ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ താമരശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 25 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിൽ എത്തി വോട്ട് ചെയ്തു. സമദൂരത്തിലാണ് NSS എന്ന് സുകുമാരൻ നായർ പ്രതികരിച്ചു. ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയാകണം വോട്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇത് BJPക്ക് എതിരല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ താമര വിരിയുമെന്ന് തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രതികരിച്ചു. പല ബൂത്തുകളിലും നീണ്ട നിരയാണ് രാവിലെ തന്നെ അനുഭവപ്പെടുന്നത്. സ്ത്രീകളുടെയും നീണ്ട നിര കാണാം. അതിശക്തമായ ഉഷ്ണമുണ്ടായേക്കാമെന്ന നിഗമനത്തിൽ പാലക്കാട്ടെ വോട്ടർമാരും രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ എത്തിയിട്ടുണ്ട്. ചില സ്ഥലത്ത് വോട്ടിംഗ് മെഷീന് തകരാറുണ്ടായി. ഇതെല്ലാം അതിവേഗം പരിഹരിക്കാൻ ശ്രമം നടക്കുന്നു. പത്തനംതിട്ട വെട്ടൂർ 22 നമ്പർ ബൂത്തിലെ VVPAT മെഷീൻ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് മോക്ക് പോളിംഗ് വൈകി. പുതിയ മെഷീൻ എത്തിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. ഈ മാതൃകയാണ് എല്ലായിടത്തും ചെയ്യുക. പത്തനംതിട്ട നഗരസഭ 215 നമ്പർ ബൂത്തിലും വോട്ടിംഗ് മെഷീൻ തകരാറ് സംഭവിച്ചു. കോഴിക്കോട് മണ്ഡലം കട്ടിപ്പാറ ഹോളി ഫാമിലി സ്കൂളിൽ ബൂത്ത് നമ്പർ 1-ൽ വോട്ടിംഗ് മെഷീൻ തകരാറുണ്ടായി. കോഴിക്കോട് നടക്കാവ് സ്കൂൾ 51-53 ബൂത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറിലായി. മോക്ക് പോളിംഗിനിടെയാണ് തകരാറ് കണ്ടെത്തിയത്. മെഷീൻ മാറ്റി. തൃക്കാക്കര വില്ലേജ് ഓഫീസ് പോളിംഗ് സ്റ്റേഷൻ 91 നമ്പർ ബൂത്തിൽ VVPATന് തകരാറ് കണ്ടെത്തി പരിഹരിച്ചു. ഇതേ തുടർന്ന് മെഷീൻ മാറ്റി. വലിയ പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടാകും എന്നാണ് സൂചനകൾ. അതിനിടെ കേരളം അതികഠിനമായ ചൂടിനിടെയാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2024 വോട്ടിംഗ് സംസ്ഥാനത്ത് പുരോഗമിക്കുമ്പോൾ ചൂട് കടുത്ത വെല്ലുവിളിയായേക്കും എന്ന് മുന്നണികൾക്ക് ആശങ്കയുണ്ട്. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നു. മറ്റ് ജില്ലകളിലും കനത്ത ചൂടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് വരുമ്പോൾ വോട്ടർമാർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. തൊപ്പി അല്ലെങ്കിൽ കുട കയ്യിൽ കരുതുക. ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ദാഹമകറ്റാൻ കുടിവെള്ളം കരുതാം. ധാരാളം വെള്ളം കുടിക്കുക. വോട്ട് രേഖപ്പെടുത്താനായി വരിയിൽ നിൽക്കുമ്പോൾ വെയിൽ നേരിട്ട് ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ സൺസ്ക്രീൻ ലേപനങ്ങൾ പുരട്ടുക. ദിവസവും മരുന്ന് കഴിക്കുന്നവർ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും അത് മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകുന്നത് പരമാവധി ഒഴിവാക്കുക. ഗർഭിണികൾ, രോഗികൾ എന്നിവർ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. കനത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യമായതിനാൽ പോളിംഗ് സ്റ്റേഷനുകളിൽ അവശ്യ സൗകര്യങ്ങളെല്ലാം ഒരുക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുപ്രകാരം കുടിവെള്ളം, ക്യൂ നിൽക്കുന്നവർക്ക് തണൽ, മുതിർന്ന വോട്ടർമാർക്ക് ഇരിപ്പിടം, ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, ടോയ്ലറ്റ് സംവിധാനം തുടങ്ങി എല്ലാ പോളിംഗ് ബൂത്തിലും ഒരുക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിനമായി ഇന്ന് പാലക്കാട് 41 ഡിഗ്രി വരെ ചൂട് ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. മറ്റ് ജില്ലകളിലും കനത്ത ചൂടുണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്.